നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിലും വലിയ പരാജയം സംഭവിക്കുമായിരുന്നുവെന്ന് വിലയിരുത്തൽ. പൊതുമരാമത്ത് വകുപ്പിനും തൃശൂർ മേയർക്കും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. കരുവന്നൂർ വിഷയത്തിൽ കാലിടറിയെന്നും CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. കേരളത്തിൽ ആവശ്യത്തിന് +1 സീറ്റില്ലെന്ന വസ്തുത സർക്കാർ അംഗീകരിക്കണമെന്ന് ഷാഫി പറമ്പിൽ MP. മലബാർ മേഖല നേരിടുന്നത് വലിയ അവഗണന. TP കേസിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശ്രമം ഭയം കൊണ്ടെന്നും ഷാഫി പറമ്പിൽ. പ്രഥമ പത്മശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാട് പുരസ്കാരം സാഹിത്യകാരൻ C. രാധാകൃഷ്ണന്. പുരസ്കാര സമർപ്പണം ജൂൺ 27-ന് തൃശൂരിൽ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. പൊതുമരാമത്ത് വകുപ്പിനെതിരെയും തൃശൂർ മേയർക്കെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടായി. കരുവന്നൂർ വിഷയം കൈകാര്യം ചെയ്തതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നും ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിനിടയിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറച്ച പിന്തുണയാണ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയത്. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ചില്ലായിരുന്നെങ്കിൽ തോൽവിയുടെ ആഘാതം ഇതിലും വർദ്ധിക്കുമായിരുന്നെന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. നവകേരള സദസ്സ് തിരിച്ചടിയായി. പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിലെ പ്രതിസന്ധിയും സാധാരണക്കാരെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പൊതുമരാമത്ത് വകുപ്പിന് നേരെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനമുണ്ടായി. റോഡിലെ കുഴികൾ അടയ്ക്കാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. തൃശൂർ കുന്നംകുളം റോഡിലെ കുഴി സർക്കാരിനെതിരെ അവമതിപ്പുണ്ടാക്കി. കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് കാലിടറിയിട്ടുണ്ട്. വിഷയം കൈകാര്യം ചെയ്തതിൽ വലിയ പോരായ്മ സംഭവിച്ചു. കുറ്റക്കാർക്കെതിരെ പാർട്ടി നടപടിയെടുത്തെങ്കിലും ഇടപാടുകാരിൽ അത് വിശ്വാസ്യത ഉണ്ടാക്കിയില്ല. ഇടപാടുകാർക്ക് ആവശ്യം പണമാണ്. പണം പൂർണ്ണമായി നൽകാത്തതാണ് ഇരിങ്ങാലക്കുടയിൽ LDFനെ 3-ാം സ്ഥാനത്ത് എത്തിച്ചത്. അച്ചടക്ക നടപടിയിലല്ല, പണം നൽകുന്നതിലാണ് പാർട്ടി ശ്രദ്ധ ചെലുത്തേണ്ടിയിരുന്നതെന്നും വിമർശനമുണ്ടായി. 3 ദിവസമായി ചേർന്ന CPM നേതൃയോഗത്തിന്റെ അവസാന ദിനത്തിലാണ് ഇത്തരം വിലയിരുത്തലുകളുണ്ടായത്. യോഗത്തിൽ മേയർക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് മേയർ സുരേഷ് ഗോപിയെ വാഴ്ത്തിപ്പാടിയത് തിരിച്ചടിയായെന്നാണ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. മേയറുടെ സുരേഷ് ഗോപി ബന്ധത്തിൽ ഭൂരിഭാഗം അംഗങ്ങളും അതൃപ്തി പ്രകടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിൽ ആവശ്യത്തിന് +1 സീറ്റില്ലെന്ന യാഥാർത്ഥ്യം സർക്കാർ അംഗീകരിക്കണമെന്ന് ഷാഫി പറമ്പിൽ MP. TP കേസിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശ്രമം ഭയം കൊണ്ടാണെന്നും ഷാഫി പറമ്പിൽ പാലക്കാട്ട് പറഞ്ഞു. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതികരിച്ച ഷാഫി പറമ്പിൽ MP. സീറ്റ് പ്രതിസന്ധി സീസണൽ ഇഷ്യൂ ആക്കി സർക്കാർ ഇനിയും നിലനിർത്തരുത്. പഠിക്കാൻ വേണ്ടി എല്ലാ വർഷവും കുട്ടികൾ പോരാട്ടം നടത്തുകയാണ്. കേരളത്തിൽ ആവശ്യത്തിനുള്ള +1 സീറ്റില്ല എന്ന യാഥാർത്ഥ്യം സർക്കാർ അംഗീകരിക്കണം. മറ്റ് ധൂർത്തുകൾ കുറച്ച് വിദ്യാർത്ഥികൾക്ക് പഠനം നൽകാൻ സർക്കാർ ശ്രദ്ധ ചെലുത്തണമെന്നും ഷാഫി പറഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. അല്ല, അതിങ്ങനെ ഒരു സീസണൽ ഇഷ്യൂ ആക്കി ഗവൺമെൻറ് നിലനിർത്തരുത്. പഠിക്കാൻ ജയിച്ചു കഴിഞ്ഞാൽ പഠിക്കാനുള്ള അവസരത്തിന് വേണ്ടി പിന്നെ ജയിച്ചവരും പിന്നെ ആളുകളും എല്ലാ വർഷവും പോരാടേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ശരിയല്ല. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂട്ടി കൊണ്ടുപോയിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അഡീഷണൽ ബാച്ചുകൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് അനുവദിക്കുന്നതിന് പകരം ഇത് ആവശ്യപ്പെടുന്നവർ വേണ്ടാത്ത എന്തോ കാര്യം ആവശ്യപ്പെടുന്നവരായിട്ടും കുഴപ്പക്കാരായിട്ടൊക്കെ ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ശരിയല്ല. TP കേസ് വിഷയത്തിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശ്രമം ഭയം കാരണമെന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം. കൂടുതൽ പേർ പ്രതികളാകുമോ എന്ന CPMന്റെ ഭയം കൊണ്ടാണ് ഈ ശ്രമം നടത്തുന്നത്. ഇളവ് നൽകരുതെന്ന് വിചാരണ കോടതി പറഞ്ഞിട്ടും ഇളവ് അനുവദിക്കാൻ ജയിൽ സൂപ്രണ്ട് ശ്രമിച്ചു. കോടതി നൽകിയ ശിക്ഷയിൽ തിരുത്തലുകൾ കൊണ്ടുവരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അവർ കോടതി വിധി കൃത്യമായി പറയുന്നുണ്ട്. വിചാരണ കോടതി തന്നെ 20 വർഷത്തേക്ക് ഇവർക്കൊരു റിമിഷനും കൊടുക്കരുത് എന്ന് ഒബ്സർവ് ചെയ്തതിൻ്റെ കാരണം അവർക്കത് വിധിക്കാൻ അധികാരമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഹൈക്കോടതിയിൽ വന്നപ്പോൾ വിചാരണ കോടതി ഒബ്സർവ് ചെയ്ത കാര്യം കൂടെ എടുത്തു പറഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റിൻ്റെ 155-ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നു 20 വർഷം ഇവർക്ക് ഒരു റിമിഷനും കൊടുക്കരുത്, ഒരു ശിക്ഷാ ഇളവും ഇവർക്ക് കൊടുക്കരുത്. എന്നിട്ടും സൂപ്രണ്ട് ശിക്ഷാ ഇളവിനുള്ള പട്ടികയിലേക്ക് ഇവരുടെ പേരെടുത്ത് വെക്കുമ്പോൾ സൂപ്രണ്ടിൻ്റെ അളിയനും മച്ചാനും ഒന്നും അല്ലല്ലോ. സൂപ്രണ്ടും അവരും തമ്മിൽ ഇങ്ങനെ സ്നേഹം കാണിക്കാൻ പിന്നെ മാതൃകാ പ്രവൃത്തി നടത്തിയ മഹാന്മാരും അല്ല, ക്രൂരമായൊരു കൊലപാതകം നടത്തിയ ആളുകളാണ്. അവരുടെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് പാർട്ടി ഡയറക്ഷനാണ്, ഗവൺമെൻറ് ഡയറക്ഷനാണ്. ആഭ്യന്തര വകുപ്പ് അറിയാതെ നടക്കില്ല. കാരണം എന്താ? അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള മെസ്സേജ് അവർക്ക് കിട്ടണം.
അവരെ സന്തോഷിപ്പിക്കുകയോ കുറഞ്ഞ പക്ഷം സമാധാനിപ്പിക്കുകയെങ്കിലും വേണം. അതല്ലെങ്കിൽ ഇപ്പം പ്രതി ചേർക്കപ്പെട്ടവരിലും അധികം അപ്പുറത്തേക്ക് കാര്യങ്ങൾ വെളിപ്പെടുമോ എന്നുള്ള ഭയമാണ് ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുവല്ലോമല ടൗണിലെ ചിക്കൻ സെന്ററിൽ മോഷണം. 22,000 രൂപയോളം നഷ്ടപ്പെട്ടു. തിരുവല്ലോമല പഞ്ചായത്ത് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സമീപം റസാക്കിന്റെ ഉടമസ്ഥതയിലുള്ള KR ചിക്കൻ സെന്ററിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച രാത്രി 11:30 മണിയോടെയായിരുന്നു മോഷണം നടന്നതെന്നാണ് CCTV ദൃശ്യങ്ങളിലൂടെ വ്യക്തമായത്. 7 മാസങ്ങൾക്ക് മുൻപാണ് റസാക്കിന്റെ ഉടമസ്ഥതയിൽ KR ചിക്കൻ സെന്റർ തിരുവല്ലോമല ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചത്. കടയുടെ പിൻഭാഗം തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളതെന്നാണ് പ്രാഥമിക നിഗമനം. CCTV ക്യാമറകളിൽ ഒരെണ്ണം മോഷ്ടാവ് തകർത്തിട്ടുണ്ട്. ഞാൻ കാലത്ത് കട തുറക്കാൻ വന്നപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ മേശ പൊളിച്ച് കണ്ടു. ഞാൻ നോക്കിയപ്പോൾ ആ കള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ആ ഭാഗത്ത് പോയി നോക്കിയപ്പോൾ അവിടെ നെറ്റ് പൊളിച്ചിട്ടുണ്ട്. ക്യാമറ നോക്കി ആ ക്യാമറ തകർത്തിട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് ക്യാഷ് നോക്കിയപ്പോൾ ക്യാഷ് കാണില്ല. ഒരു 22 രൂപയോളം കുറവുണ്ട്. 22 രൂപ എടുത്തിട്ടുണ്ട്. അതാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ 22,000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തു. 100 രൂപയുടെ നോട്ടുകെട്ടുകൾ മാത്രമാണ് കൊണ്ടുപോയിട്ടുള്ളതെന്നും 10 രൂപയുടെ നോട്ടുകെട്ടുകൾ അവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും കോഴിക്കട ഉടമ റസാഖ് പറഞ്ഞു. വിരലടയാള വിദഗ്ധൻ P. രാമദാസന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധിച്ചു. പഴയന്നൂർ പോലീസ് അഡീഷണൽ SI MS സതീഷ് കുമാറും സംഘവും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടനം കൃഷി ആരഭി കലാസമിതി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക വായനാ പരിപോഷണ പരിപാടി സംഘടിപ്പിച്ചു. വായനാ മഴ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എഴുത്തുകാരി MP പ്രേമ ഉദ്ഘാടനം ചെയ്തു. ിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് മികച്ച കാര്യങ്ങൾ സമൂഹത്തിന് നൽകാൻ കഴിയും എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഇനി നമ്മൾ വായനയ്ക്ക് ഭാഷ വിട്ടിട്ട് നമ്മൾ വായനയിലേക്ക് വരികയാണെങ്കിൽ ജീവനാണ് വായന എന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോ വായനാ ദിനം ഒരു വിഭാഗം ആളുകളും ഒരു സമൂഹവും വായനാ ദിനം നമ്മൾ സമുചിതമായി ആഘോഷിച്ചു കഴിഞ്ഞു. പത്മശ്രീ ടീച്ചർ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ വാർഡ് മെമ്പർ ജലജ അധ്യക്ഷയായി. ലൈബ്രറി കൗൺസിൽ അംഗം സുധ ടീച്ചർ മുഖ്യ അതിഥിയായി. ചടങ്ങിൽ വെച്ച് മികച്ച വായനക്കാരായ PV ശ്രീധര വാര്യർ, കുഞ്ഞിക്കോരൻ, ശ്യാംനാഥ്, ഷീജ, MT രാമചന്ദ്രൻ തുടങ്ങിയവരെ ആദരിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പ്രസിഡന്റ് ഹരിദാസൻ, PP വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവർ തങ്ങളുടെ വായനാനുഭവം പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ കാരക്കാട് മേഖലയിലെ DYFI യൂണിറ്റുകൾ സംയുക്തമായി പഠനോത്സവം സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് P. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. DYFI കാരക്കാട് നോർത്ത്, കാരക്കാട് സെൻറ്റർ യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പഠനോത്സവം 2024 എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. P. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഒന്നാം വട്ടം സിവിൽ സർവീസിന്റെ പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഒരു തവണ എഴുതി പരാജയപ്പെടുന്നത് സ്വാഭാവികമാണ്. രണ്ടാം തവണ പരീക്ഷ എഴുതാൻ കഴിയും. രണ്ടാം തവണ സിവിൽ സർവീസിന്റെ പരീക്ഷ എഴുതി രണ്ടാം തവണയും പരാജയപ്പെട്ടു. മൂന്നാം തവണ പരീക്ഷ എഴുതി. ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന നിലയിൽ മൂന്നാമത്തെ തവണ പരീക്ഷ എഴുതാമെന്ന് എഴുതി നോക്കിയപ്പോൾ ആ മൂന്നാം തവണയും IAS എക്സാമിൽ പരാജയപ്പെട്ടു. 3 തവണയും എക്സാമിൽ പരാജയപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു, ഇപ്പൊ നീ നിന്റെ അതായത് IT മേഖലയിൽ ഇപ്പൊ അറിയാലോ, IT സെക്ടറിലൊക്കെ നല്ല ശമ്പളമാണ്. 60,000, 70,000, 75,000, 80,000 ഒക്കെ ബേസിക് ശമ്പളമുണ്ട്. നിനക്ക് ആ ശമ്പളം കിട്ടുന്ന ജോലിക്ക് തന്നെ നീ പോയിപ്പോന്ന് പറഞ്ഞ് ജോലിക്ക് അദ്ദേഹത്തിനെ നിർബന്ധിച്ച് വിടുകയാണ്. അത് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. DYFI ബ്ലോക്ക് സെക്രട്ടറി C. രാഗേഷ്, മേഖലാ സെക്രട്ടറി വിനീത്, കൗൺസിലർ CK സൗമ്യ എന്നിവർ പ്രസംഗിച്ചു. മേഖലാ പ്രസിഡന്റ് സുധീഷ്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ P. രാഗേഷ്, അഞ്ജല, ഷഹർബാൻ, ശ്യാം, ബ്രാഞ്ച് സെക്രട്ടറി ദേവരാജ്, അരുൺ, അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുണ്ടൂരിലെ തണൽ യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് പരിസ്ഥിതി പ്രവർത്തകനും വനമിത്ര അവാർഡ് ജേതാവുമായ കല്ലൂർ ബാലൻ ഉദ്ഘാടനം ചെയ്തു. കഴിക്കുന്ന ഭക്ഷണമെല്ലാം വർഷമായി മാറിക്കൊണ്ടിരിക്കുക, ആവാസ വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുക, കുടിവെള്ളം കിട്ടുന്നില്ല, ശുദ്ധവായു ഇതൊന്നും ഇല്ലാതായി വരിക,
ശുദ്ധജലത്തിന് വേണ്ടി കടലിൽ നിന്ന് ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് അമരാഷ്ട്ര ടാപ്പിലൂടെ കുറേശ്ശെ കഴിക്കേണ്ട ഗതികേടാണ് വരുന്നത്. അത്രയ്ക്ക് മാത്രം ശുദ്ധജലം മലിനമായിരിക്കുകയാണ്. ആകെ ചടങ്ങിൽ തണൽ ജോയിന്റ് സെക്രട്ടറി PS രാജേഷ് അധ്യക്ഷനായി. തണൽ ജനറൽ സെക്രട്ടറി ഉണ്ണിക്കുട്ടൻ, രക്ഷാധികാരി നാരായണൻകുട്ടി, KK റഹ്മാൻ, കീരിപ്പാറ കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തണൽ എക്സിക്യൂട്ടീവ് അംഗം വിനയൻ ചടങ്ങിൽ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്മശ്രീ P. ചിത്രൻ നമ്പൂതിരിപ്പാട് സ്മൃതി കേന്ദ്ര സമിതിയുടെ പ്രഥമ ചിത്രൻ നമ്പൂതിരിപ്പാട് പുരസ്കാരം സാഹിത്യകാരൻ C. രാധാകൃഷ്ണന്. 1,00,000 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ 1ാം ചരമവാർഷിക ദിനമായ ജൂൺ 27-ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തൃശൂർ ഭാരതീയ വിദ്യാഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പത്മശ്രീ കലാമണ്ഡലം ഗോപി പുരസ്കാരം സമ്മാനിക്കുമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു. 25,001 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആലങ്കോട് ലീലാകൃഷ്ണൻ P. ചിത്രൻ നമ്പൂതിരിപ്പാട് അനുസ്മരണ പ്രഭാഷണം നടത്തും. P. ബാലചന്ദ്രൻ MLA, മുൻ MLA തേറമ്പൽ രാമകൃഷ്ണൻ, TS പട്ടാഭിരാമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും. ഒരു അവാർഡ് കൊടുക്കാവുന്നതാണ്. ഇക്കൊല്ലത്തെ അവാർഡ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ C. രാധാകൃഷ്ണനാണ്. എല്ലാ കൊല്ലവും നമ്മളിങ്ങനെ അവാർഡ് കൊടുക്കും. പ്രാവശ്യം തൃശ്ശൂർ വെച്ച് നടത്തുന്നു. തൃശ്ശൂർ ഭാരതീയ വിദ്യാഭവൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ദീർഘകാലം ഭാരതീയ വിദ്യാഭവൻ്റെ വൈസ് ചെയർമാനായിട്ട് വിദ്യാഭവൻ ശ്രീ രാധാകൃഷ്ണൻ സമ്മാനിക്കുന്നത് പത്മശ്രീ കലാമണ്ഡലം ഗോപി അദ്ദേഹമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്തിരിപ്പാല നഗരിപ്പുറം കനാൽ റോഡിൽ ബൈപ്പാസ് നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായില്ല. അന്തരിച്ച മുൻ MLA KV വിജയദാസിന്റെ നേതൃത്വത്തിൽ റോഡിനുള്ള പ്രാഥമിക സർവേ നടന്നെങ്കിലും തുടർ നടപടികളായില്ല. പത്തിരിപ്പാല ടൗൺ എത്തുന്നതിന് മുൻപുള്ള കനാൽ റോഡാണ് ബൈപ്പാസ് റോഡിനായി അധികൃതർ കണ്ടെത്തിയത്. 2.5 മീറ്റർ കനാൽ റോഡും ബാക്കിയുള്ളവ മലമ്പുഴ കനാലുമാണ്. റോഡും കനാലും ചേർന്നാൽ ഏകദേശം 15 മീറ്ററിലേറെ വീതിയുള്ള റോഡാക്കി മാറ്റാൻ കഴിയും. നഗരിപ്പുറത്തെ തുടക്കം റോഡിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരമാണ് കനാൽ റോഡ്. ഈ പാത പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിലാണ് എത്തിച്ചേരുക. കോങ്ങാട് നിന്ന് വരുന്ന വാഹനങ്ങൾ ടൗണിലെത്താതെ കനാൽ റോഡിലൂടെ തിരിഞ്ഞ് സംസ്ഥാന പാതയിലെത്തി ടൗണിലെത്താം. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ അപകടവും പത്തിരിപ്പാലയിലെ ഗതാഗത കുരുക്കും ഒഴിവാക്കാനാകും. ബൈപ്പാസ് നിർമ്മാണത്തിൽ MLA ഇടപെട്ട് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് കോങ്ങാട് മണ്ഡലം ട്രഷററും പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് മന്ത്രിക്ക് നിവേദനം നൽകുമെന്നും അൻവർ സാദിഖ് അറിയിച്ചു. പലതവണ അധികാരികളോട് സൂചിപ്പിച്ചിട്ടും ഉടൻ വരുന്നു എന്ന് പറയുകയല്ലാതെ അത് യാഥാർത്ഥ്യമാവുന്നില്ല എന്നുള്ളതാണ് സത്യം. എത്രയും വേഗം ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളൊന്നായ ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എല്ലാ ജനപ്രതിനിധികളും ഒന്നിച്ചു നിന്നുകൊണ്ട്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലക്കിടി 2 NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. NSSന്റെ അഭിപ്രായം എന്താണ്? ചങ്ങനാശ്ശേരിയിൽ എന്താ പറയുന്നത്? അത് ശ്രദ്ധിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ നാട്ടുകാരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊക്കെ പറയും, സുകുമാരനായർ അങ്ങനെയായിരുന്നു, സുകുമാരനായർ ഇങ്ങനെയാണ്, സ്വന്തമാണ്, ഇതൊക്കെ പറയും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ റിക്വസ്റ്റ് ചെയ്യാനുള്ള എന്താ പറയുക, നമ്മളുടെ സമുദായത്തിനെ വളർത്തിയെടുക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതിന് നമ്മളെ പറ്റി ഒരാൾ കുറ്റം പറയുമ്പോൾ അവരൊക്കെ നോക്കി നിന്ന് ചിരിക്കരുത് എഴുതിയിട്ട്. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് P. വേണുഗോപാലൻ അധ്യക്ഷനായി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി KB ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി P. പ്രദീപ്, വനിതാ സമാജം പ്രസിഡന്റ് രാധിക ബാലൻ, V. ദണ്ഡപാണി, KP ദിവാകരൻ, മഞ്ജു രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. NSS ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുത്ത P. നാരായണനെയും SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിലും വലിയ പരാജയം സംഭവിക്കുമായിരുന്നുവെന്ന് വിലയിരുത്തൽ. പൊതുമരാമത്ത് വകുപ്പിനും തൃശൂർ മേയർക്കും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. കരുവന്നൂർ വിഷയത്തിൽ കാലിടറിയെന്നും CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. കേരളത്തിൽ ആവശ്യത്തിന് +1 സീറ്റില്ലെന്ന വസ്തുത സർക്കാർ അംഗീകരിക്കണമെന്ന് ഷാഫി പറമ്പിൽ MP. മലബാർ മേഖല നേരിടുന്നത് വലിയ അവഗണന. TP കേസിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശ്രമം ഭയം കൊണ്ടെന്നും ഷാഫി പറമ്പിൽ. പ്രഥമ പത്മശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാട് പുരസ്കാരം സാഹിത്യകാരൻ C. രാധാകൃഷ്ണന്.
പുരസ്കാര സമർപ്പണം ജൂൺ 27-ന് തൃശൂരിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.